ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉമർ ഗുലാം നബി അയാൾ രാംലീല മൈതാനത്തിന് സമീപമുള്ള തുറക്മാൻ ഗേറ്റിലെ പള്ളിയിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം പുറത്തു വന്നത്. ഈ സ്ഫോടനത്തിന് മുൻപ് ഉമർ എന്തിനാണ് ആ പ്രദേശത്തേക്ക്, അതായത് തുർക്മാൻ ഗേറ്റിലേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. ഒപ്പം തന്നെ ഈ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ലാബ് അന്വേഷണ സംഘം സീൽ ചെയ്തിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ ലാബിൽ ഭീകര സംഘം പരീക്ഷണങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉമർ ഗുലാം നബിയുടെ ഏറ്റവും പുതിയതായി പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് തുർക്മാൻ ഗേറ്റിലെ പള്ളിക്ക് സമീപത്തേക്ക് അയാൾ എത്തുന്നതാണ്. ആ പള്ളി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാന കവാടമാണ്. ഈ പരിസരത്തേക്കാണ് സ്ഫോടനം നടന്ന ദിവസം ഈ ഉമർ ഗുലാം നബി ഇവിടേക്ക് എത്തുന്നത്. നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. ഈ പള്ളിയിലേക്കും പോലീസ് എത്തി വലിയ തോതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനടുത്താണ് രാംലീല മൈതാൻ. അതുപോലെ തന്നെ ചെങ്കോട്ടയിലേക്ക് ഇവിടെ നിന്നും അധികം ദൂരമില്ല. പാർലമെൻറ്റ്, കൊണോട്ട് പ്ലേസ്, അതുപോലെ ഡൽഹി നഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നും തന്നെ ഇവിടുന്ന് വലിയ ദൂരമില്ല. ഇത് വളരെ വലിയൊരു കമ്പോള കേന്ദ്രം കൂടിയാണ്. വളരെ ജനസാന്ദ്രത ഏറിയിട്ടുള്ളൊരു മേഖലയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇയാൾ 2 മണിക്ക് ശേഷം 2:30 ഇവിടേക്ക് എത്തുന്നത്. ഈ തുർക്മാൻ ഗേറ്റിൽ നിന്ന് എത്തുന്നത്, അതായത് അയാൾ കൊണോട്ട് പ്ലേസിൽ വഴി ഇവിടേക്ക് വരികയായിരുന്നു. 2:30 ഇവിടേക്ക് എത്തി. ഏകദേശം 15-16 മിനിറ്റാണ് അയാൾ ഇവിടെ ചിലവഴിച്ചത്. അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ സംശയിക്കുന്നത്. അതുകൊണ്ട് പോലീസ് നേരത്തെ എത്തി പള്ളിക്ക് അകത്തേക്ക് പ്രവേശിച്ച് അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇവിടെയുള്ള ആളുകളുടെ മൊഴിയെടുത്തിരുന്നു, ചോദ്യങ്ങൾ ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഇവിടെ മറ്റാരെങ്കിലും കാണാൻ വന്നോ, അതായത് സുഹൃത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഈ പള്ളി കേന്ദ്രീകരിച്ചോ, അതല്ല ഇതിന് തൊട്ടടുത്തുള്ള മറ്റ് കച്ചവട കേന്ദ്രങ്ങൾ, ഈ ഹോട്ടലുകളുണ്ട്, മറ്റ് ചെറിയ കടകളുണ്ട്, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബന്ധം ഈ പറയുന്ന ഭീകര സംഘത്തിലെ തലവനായിട്ടുള്ള ഉമർ ഗുലാം നബിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. 15-16 മിനിറ്റ് ഇവിടെ ഇയാൾ ചെലവിട്ടതിന് ശേഷമാണ് കാറുമായി പിന്നീട് ഈ ചെങ്കോട്ട ഭാഗത്തേക്ക് പോകുന്നതും അവിടെ പാർക്ക് ചെയ്ത് നിർത്തുന്നതും. പിന്നീട് ആ കാറ് പുറത്തേക്ക് വരുന്നത് 6:48 പിന്നീടുണ്ടായ സ്ഫോടനം. ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഈ പുൽവാമ ഫരീദാബാദ് ഭീകര സംഘത്തിൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് എവിടേക്ക് ബന്ധങ്ങളുണ്ട്, ഡൽഹി കേന്ദ്രീകരിച്ച് എന്തൊക്കെ പദ്ധതികളാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്, ഇവിടെ ആരെയൊക്കെ കാണാൻ ശ്രമിച്ചു, ആരൊക്കെ ഇയാൾക്ക് അറിയാം തുടങ്ങിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള പരിശോധനകളാണ് ഈ ഒരു ഘട്ടത്തിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. തുർക്മാൻ ഗേറ്റിലെ പള്ളിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.